നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. താനൂർ തെയ്യാലയിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരണപ്പെട്ടു. തെയ്യാല 5000 റോഡിൽ തിങ്കളാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം. കക്കാട് സ്വദേശിയും കല്ലത്താണിയിൽ താമസക്കാരനുമായ അബ്ദുറഹ്മാനാണ് മരണപ്പെട്ടത്. 50 വയസ്സായിരുന്നു. കാർ യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ തെങ്ങിൽ ഇടിച്ച ശേഷം മറിയുകയായിരുന്നു. സ്കൂളുകൾ ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെയും വിദഗ്ധ സമിതിയുടെയും നിർദ്ദേശമനുസരിച്ച് തീരുമാനമെടുക്കും. ഡിജിറ്റൽ ക്ലാസുകൾ ശാശ്വതമല്ലെന്നും ഡിജിറ്റൽ ക്ലാസുകൾ മൂലമുള്ള ഫോണിന്റെ ഉപയോഗം കുട്ടികളിൽ ആരോഗ്യ പ്രശ്നമുണ്ടാക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഡിപ്ലോമ അധ്യാപക തസ്തികകൾ റീഗ്രൂപ്പ് ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി സാങ്കേതിക വിദ്യാഭ്യാസ വിഭാഗം അധ്യാപകർ പ്രതിഷേധ സമരം നടത്തി. തിരു SSM പോളിടെക്നിക്കിന് മുന്നിൽ നടന്ന സമരം ഗവൺമെന്റ് പോളിടെക്നിക് ടെക്നിക്കൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ നാസർ കൈപ്പഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സമരക്കാർ നിവേദനവും നൽകി. സമൂഹം ബഹുമാനിക്കുന്നവരെ അപമാനിക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തലക്കാട് പഞ്ചായത്ത് 15ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥി മൂത്താട്ട് സജ്ജലയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരൂരിൽ വാഹനമിടിച്ച് വയോധികയ്ക്ക് പരിക്കേറ്റു. ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോവുകയായിരുന്നു. താനാളൂർ വലിയപാടം സ്വദേശി സൈനബക്കാണ് പരിക്കേറ്റത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. പുല്ലാട്ട് കൃഷ്ണൻകുട്ടി സ്മാരക ഉപഹാരം അന്തർദേശീയ താരം മുഹമ്മദ് ഹനാൻ സമ്മാനിച്ചു. 1957-60 കാലഘട്ടത്തിൽ താനൂർ ദേവദാർ വിദ്യാർത്ഥിയായിരുന്ന പുല്ലാട്ട് കൃഷ്ണൻകുട്ടിയുടെ സ്മരണാർത്ഥം കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയതാണ് ക്യാഷ് അവാർഡും ഉപഹാരവും. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ യശോദ ഉപഹാര സമർപ്പണം നടത്തി. വെസ്റ്റ് മീനടത്തൂർ മഹല്ല് പ്രവാസി കൂട്ടായ്മ ഈ വർഷത്തെ SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മെമ്പർമാരുടെ മക്കളെ ഉപഹാരം നൽകി ആദരിച്ചു. പുല്ലുണി ആലി ഹാജി അധ്യക്ഷത വഹിച്ചു. മൻസൂർ തത്തനാത്ത്, പുല്ലുണി അബ്ദുറഹ്മാൻ ഹാജി, ബഷീർ പൊതിയിൽ, പി സൈനുദ്ദീൻ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ SDPI ഒഴൂർ പഞ്ചായത്ത് കമ്മിറ്റി മെമ്മന്റോ നൽകി ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി വിശാലത്ത്, സെക്രട്ടറി ഷിഹാബ് ഓണക്കാട, കമ്മിറ്റി അംഗങ്ങളായ ഹംസ ഹാജി പനയത്തിൽ, ഹനീഫ പൈനാട്ട, ഖാലിദ് ഉഴൂർ, സിദ്ദീഖ് ഓണക്കാട, മക്ബൂൽ പറപ്പാറപ്പുറം എന്നിവർ നേതൃത്വം നൽകി. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്ന സിദ്ദീഖ് മുസ്ലിയാരുടെ ചികിത്സാ സഹായത്തിലേക്ക് തിരുമാവുംകുന്ന് പ്രദേശവാസികൾ സ്വരൂപിച്ച തുക കുടുംബത്തിന് കൈമാറി. സിദ്ദീഖ് ഉസ്താദ് ചികിത്സാ സഹായ സമിതിയിലൂടെ 10 ലക്ഷം രൂപയാണ് സമാഹരിച്ചത്. കോവിഡ് കാലത്ത് വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്ക് പഠനം ലളിതമാക്കുവാൻ വർക്ക്ഷീറ്റ് ഉൾപ്പെടുന്ന പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് തിരുപ്പൊറൂർ VHMS LP സ്കൂളിലെ അധ്യാപകർ. LKG ക്ലാസുകളിലേക്കുള്ള ആദ്യഘട്ട പുസ്തകങ്ങളാണ് ഇപ്പോൾ തയ്യാറാക്കി നൽകിയത്. ഇതോടുകൂടി ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.